പാടുണ്ടോ? അപ്പൊ തങ്ങൾക്ക് പോലും അറിയില്ല, എന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖിനെ അറിയുന്ന അപ്പൊ നിങ്ങൾ പറയണത് അല്ലേ? അതാവൻ പറഞ്ഞത്. എന്നാ ചോദിക്കട്ടെ, അള്ളാഹ്ക്കറിയില്ലേ? അള്ളാഹ്ക്കറിയില്ലേ? ആരാത് പറഞ്ഞയക്കണത്? ഈ സ്വഹാബത്തിനെ പറഞ്ഞയക്കുന്നത് ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞയക്കണത്. അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരടിമയുണ്ടോ? ഉണ്ടോ? സ്വഹാബത്തിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റ് ആളുകളുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ആ അള്ളാഹ് പറഞ്ഞു, അള്ളാഹ്ക്ക് എന്നാ വഹി അറിയിച്ചൂടേനോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതാ കൊല്ലാൻ കൊണ്ടുപോവാണ്, അതുകൊണ്ട് നിങ്ങൾ അനുയായികളെ വിട്ടുകൊടുക്കണ്ട. എന്തിനാ കൊണ്ടുപോണത്? ഖുർആൻ പഠിപ്പിക്കാന്, ദീന് പ്രചരിപ്പിക്കാന്, അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി അവര് പോണത്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹ് പറഞ്ഞ എന്താ? അള്ളാഹനെ നിങ്ങൾ സഹായിക്കാണ്, നിങ്ങൾ അള്ളാഹ് സഹായിക്കും. ഓല് പോണ എന്തിനാ? ഖുർആൻ പഠിപ്പിക്കാനും ദീന് പ്രചരിപ്പിക്കാനും വേണ്ടി പോവുക. അങ്ങനത്തെ ആളുകളെന്നാ അള്ളാഹ് സംരക്ഷിക്കണ്ടേ? അള്ളാഹ്ക്ക് വഹി അറിയിച്ചു കൊടുത്തൂടേനോ? അറിയിച്ചു കൊടുത്തോ? എന്നാ പറഞ്ഞോളാം, അള്ളാഹ്ക്കും അറിയില്ല എന്നാണ് പറഞ്ഞോളാം. അള്ളാഹ് അങ്ങനെ കുരുതി കൊടുക്കാൻ പാടുണ്ടോ? അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് സഹാബത്ത്. അതിനേക്കാൾ ഉയർന്ന ആളുകളുണ്ടോ? എന്നാ അള്ളാഹ്ക്കും അറിയില്ല എന്ന് വന്ന് പറയും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്ക് എതിരാണ്. കൽബകത്തുള്ളത് അറിയാന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്നാ കേട്ടോ ഹദീസ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹൽ തറൗന ഖിബ്ലതി ഹൗന ഫവല്ലാഹി മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും വലാ റുകൂഉകും. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, മാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ ഖുശൂഉകും, എനിക്ക് അവ്യക്തമാകുന്നില്ല നിങ്ങളുടെ റുക്കൂഴ്. അല്ലാഹു റസൂൽ മുന്നിൽ നിന്ന് ഇമാമായി നിസ്കരിക്കുക. അപ്പോ പിന്നിൽ നിന്നിട്ട് സ്വഹാബത്ത്, പിന്നിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ റുക്കൂഴ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണും. തീർന്നില്ല, കൽബകത്തുള്ളത് കാണും. വലാ ഖുശൂഉകും, നിങ്ങളുടെ ഖുശൂഉം നിങ്ങളുടെ ഭയഭക്തിയും എനിക്ക് കാണും. ഖുശൂ എവിടെ ഉണ്ടാവുക? അത് പുറത്തുനിന്ന് തെരഞ്ഞാൽ കാണും. അത് ഹൃദയത്തിലുള്ളതാ, അതറിയും എന്ന് പരിശുദ്ധ ഹദീസിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ചര്യക്കെതിരാണെന്നോ? നീ പറഞ്ഞതാ ചര്യക്കെതിര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരാ നീ പഠിപ്പിച്ചത്. വേറൊന്ന്, ദിഫാഇ മാലയും മുഹ്യിദ്ദീൻ മാലയും പരസ്പര വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യമുണ്ട് ദിഫാഇ മാലയിലും മുഹ്യിദ്ദീൻ മാലയിലും. നിങ്ങൾ ജീലാനിക്കാരല്ലേ, അതുകൊണ്ട് എന്തായാലും ഒന്ന് മറുപടി പറയണം. ഞങ്ങളെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്, എന്നിട്ട് പിന്നെ ഫോക്കസ് ഫുള്ള് ഞങ്ങളെ നേർക്ക് തന്നെയാണ്. എന്താ കാരണം? നിനക്ക് മനസ്സിലായി ജീലാനിക്കാർ ഇവിടെ നടത്തിയ പ്രഭാഷണം ജനങ്ങളെ നിങ്ങളുടെ ആ പിഴച്ച ആദർശത്തിൽ നിന്ന്, മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് പേരരിച്ചെന്ന് പോകുന്നത് പോലെ ജനങ്ങൾ, ബുദ്ധിയുള്ള ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരുമെന്ന് നീ മനസ്സിലാക്കി. അതുകൊണ്ടാ നീ പോസ്റ്ററിലൊക്കെ വേറെ പലതോ കൊടുത്ത്, ആ SYS-ന് ഈ ഇതിനൊക്കെ കൊടുത്ത് എന്നിട്ട് പറഞ്ഞു പുള്ളി ഞങ്ങളെ. എന്താ കാരണം? അടിയൊഴുക്ക് സംഭവിക്കുന്നു എന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ടാ. അല്ലെ എന്തിനാ പറയാതെ, തീരെ പരാമർശിക്കാതെ വിട്ടാ പോരെ? എന്നിട്ട് പറയാം മുഹ്യിദ്ദീൻ മാല ദിഫാഇ മാലക്കെതിരാണ്. എന്താ? കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ മാല കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും മുഹ്യിദ്ദീൻ ശൈഖ് കണ്ട പോലെ പറയുന്നു. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു കണ്ട പോലെ എന്ത് പറയും? കൽഭാഗത്തുള്ളതും കാണാത്തതും പറയും. എന്നിട്ട് ദിഫാഇ മാലയിൽ പറയാം, ഖാജാ മുഹ്യിദ്ദീനും താൻ കളിക്കുമ്പോൾ കണ്ണിൻ പീരിയത്തിൻ മേലെ ഒളിച്ചോവർ. ഖാജാ മുഹ്യിദ്ദീനും ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു കളിക്കുമ്പോൾ ദിഫാഇ ശൈഖ് റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ പുരികത്തിന്റെ ഉള്ളിൽ ഒളിച്ചു. കളിക്കുമ്പോഴാട്ടോ അങ്ങനെ ഒളിച്ചു. അങ്ങനെ ഒളിച്ചപ്പോ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് വരും ദിഫാഇ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും വിരുദ്ധമായി. എന്താ? കൽഭാഗത്തുള്ളതും കണ്ണിൽ കാണാത്തതും ഒക്കെ പറയുന്ന ആൾക്ക് സ്വന്തം പുരികത്തിൽ ഒളിച്ചത് പോലും കാണാൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞു. അപ്പൊ രണ്ടും പരസ്പര വിരുദ്ധമാണ്. എന്താണോ അവിടെ പറഞ്ഞ്? കളിക്കുമ്പോൾ എന്നല്ല പറഞ്ഞ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ ഓർമ്മ അനുസരിച്ച് 20 വയസ്സ് ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പ്രായം കൂടിയ ആളാണ്. ആര്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ. ഒരാൾ അമ്മോനും മറ്റേ ആള് പെങ്ങളെ മകനാണ്.
കുട്ടികളായിട്ട് കളിക്കുമ്പോൾ അങ്ങനെ തോറ്റെടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ സാധാരണ ചെയ്യാൻ കുട്ടികൾ പോയി ഒളിച്ചെന്നാ കണ്ടില്ല എന്നൊക്കെ പറയും അല്ലേ? അതിനല്ലേ കളി എന്ന് പറയാം. കളിക്കുമ്പോൾ എന്നല്ല പറഞ്ഞ, കാര്യത്തിൽ നല്ലല്ല പറഞ്ഞ്. വന്ന് തെളിയിക്ക് എവിടെ വൈരുദ്ധ്യം ഇങ്ങനെ തെരഞ്ഞു നോക്കിയിട്ട് കിട്ടണില്ല ഒന്നും. അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് പറയാം അല്ലേ? അറിഞ്ഞാലും ചില കാര്യങ്ങൾ പറയില്ല. അറിഞ്ഞു എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞോളണമെന്നില്ല. പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകൾ വേണം എനിക്ക്? എത്ര ആയത്ത് വേണം? പറയില്ല എന്ന് മാത്രല്ല, ഉള്ളതിന് വിരുദ്ധമായിട്ട് പറയും. അത് കാണിച്ചു തരണം ഖുർആനില്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ എല്ലാവർക്കും അറിയില്ലേ? ബിംബങ്ങളെ മുഴുവൻ തച്ചുടച്ച് വന്നിട്ട് ആ കൗമ് ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, ആരാ ഇബ്രാഹിം ഏതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്? ഫഅലഹു കബീറുഹും, അതാ വലിയ ബിംബം ചെയ്തതാണ് പറഞ്ഞു. വലിയ ബിംബം ചെയ്തതാ ഇബ്രാഹിം നബി തച്ച് പൊളിച്ചിട്ട് മൂപ്പർക്ക് അറിയില്ലേ? പറയണോ ഇവിടെ വന്നിട്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനത് അറിയില്ലായിരുന്നു എന്ന് പറ, കളവുണ്ടെന്ന് പറ. മാല പൊളിച്ചെടുക്കുന്നതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ നീ പൊളിച്ചെടുക്കേണ്ടി വരും. സംശയം വേണ്ട കാര്യത്തില്. മാല പൊളിച്ചെടുക്കാൻ ഇറങ്ങിയ ഒരാള് ഈ പ്രമേയറ്റ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ നിന്റെ തല തൊട്ടപ്പന്മാര് മുഴുവനും അങ്കലാപ്പിലായി. എന്താ അത് ചെയ്യാന്നുള്ളത് അറിയില്ല. അവരൊക്കെ ഇതിങ്ങനെ മറുപടി പറയാതെയും മെയിൻ ചെയ്യാതെയും ഒക്കെ സ്റ്റിയറിംഗ് ഇങ്ങനെ ക്ലിയർ ആക്കി കൊണ്ടുപോവുക. ഗീറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് സമൂഹത്തെ അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകുക. അതിന്റെ എല്ലാം ആകെ പൊട്ടിപ്പിളർന്നു അല്ലേ? എന്നിട്ട് നീ വന്നിട്ട് എന്താ കാട്ടിയാറ്? പണ്ടൊരു കപ്പ പറിക്കണ ആള് ബസ് കയറി കഥ പറയാറുണ്ട്. അദ്ദേഹത്തിന് അതിങ്ങനെ 4 ഭാഗത്തും ഇങ്ങനെ കുലുക്കിട്ട് പറിക്കണേ അറിയുള്ളൂ. ബസ് കയറിയപ്പോ ബസ്സത്തെ ഡ്രൈവർ ഗിയർ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടാക്കും, ഫസ്റ്റ് കിടും, സെക്കൻഡ് കിടും, തേർഡ് കിടും, ഫോർത്ത് കിടും, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുക. കപ്പ പറിക്കുന്ന ആള് കുറെ സമയത്ത് ഇങ്ങനെ നോക്കി നിന്നു. അവസാനം ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോ ഇയാൾ ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു അറിയോ? കുറെ നേരമായിട്ട് നിങ്ങൾ കളിക്കണം, ഇത് പറിക്കാൻ എത്ര വലിയ പണിയുണ്ടോ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കിട്ട് പറിച്ചിട്ട് കയ്യിലാണ് കൊടുത്തു. ആ പണി, ആ കപ്പ പറിക്കാരന്റെ പണിയാണോ ചെയ്ത്? മുജാഹിദ് നേതാക്കൾ ഗിയർ മാറ്റി ഇതൊരു മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോ കപ്പ പറിക്കാരന്റെ റോള് മാത്രമേ നിനക്കുള്ളൂ. ഒന്ന് പറ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിയില്ലെന്നും അല്ലേ? ഖുർആനിലല്ലേ? പോയി നോക്ക് മുജാഹിദ് സഹോദരന്മാർ. നിങ്ങൾക്ക് പരിഭാഷ ഉണ്ടാവുമല്ലോ. ആകെ എന്ത് പറഞ്ഞാലും ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? അല്ല ചോദിക്കല്. ആ പരിഭാഷ കുഞ്ഞു മുഹമ്മദ് വർപ്പൂരിന്റെ അല്ലെ ഈ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിന്റെ ആരുടെ കിട്ടണെന്ന് വെച്ചാൽ വല്ല പരിഭാഷ നോക്കി ഉണ്ട്. ആ ഖുർആൻ ഒന്ന് നോക്ക്. ബൽ ഫഅലഹു കബീറുഹും, ഞാനല്ല ചെയ്തത്. ആരാ ചെയ്തത്? ആ ബിംബങ്ങളെ നിരക്കിയ വലിയ ബിംബാണ്. ഇബ്രാഹിം നബിക്ക് അറിയില്ല എന്ന് പറഞ്ഞോ? തീർന്നോ? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ഫലമ്മാ ജഹസഹും ബിജഹാസിഹിം ജഅല സിഖായത ഫീ റഹ്ലി അഖി ثم أذن مؤذن أيتها العير إنكم لسارقون. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാര് ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ സഹോദരനായ ബിന്യാമിൻ മൂപ്പരെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പരെ ആ ചാക്കില് എന്ത് വെച്ചു? രാജാവ് വെള്ളം കുടിക്കണേ ആ വെള്ളപാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ടൊരു പ്രഖ്യാപനം. എന്ത്? ഈ യാത്രാ സംഘം മോഷണം നടത്തിയ ആളുകളാണ്. ആണോ? മൂപ്പർക്ക് അറിയില്ലേ മൂപ്പര് അത് വെച്ചാണെന്ന്? ഒന്ന് പറ. പരിശുദ്ധ ഖുർആനിൽ കളവാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാം കള്ളം പറഞ്ഞു. ഒന്ന് പറയ്. അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനത് അറിയില്ലായിരുന്നു എന്ന് പറ. അറിഞ്ഞു ചോദിച്ച എല്ലാ കാര്യം പറഞ്ഞോളുന്നില്ല. എവിടുന്ന ഖുർആനും സുന്നത്തും പഠിച്ച്? ഖുർആനും സുന്നത്തും അതനുസരിച്ച് ഇങ്ങനെ പറയുമ്പോ ഖുർആനും സുന്നത്തും നോക്കി പഠിക്കണം. പഠിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. നിങ്ങളിങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ കൂമാടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി. പിന്നെ റിഫായി മാലിയില് മുന്നം തൂടി മുട്ടി കഅബാന ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പിടി വേണ്ടെന്ന് ചൊന്നോവർ ഉടനെ റിഫായി മാതിലും കുളത്തിയാൻ അപ്പോൾ കഅബം തോവാഫെന്ന് ചൊന്നോവർ ഇളകി കഅബം തൂളങ്ങുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ലാഹ് വിളിച്ചോവർ. റിഫായി ഷേഖും പരിവാരങ്ങളും എന്ത് ചെയ്ത് ദഫൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ ആ ചെണ്ടൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് കഅബം തവാഫ് ചെയ്യാം. അതിൽ മക്കാർ ഇതോടെ പറ്റൂലായിരുന്നു. ഞാൻ ഇങ്ങനെ തവാഫ് ചെയ്യാൻ പറ്റൂല, എന്നാ കഅബ നമ്മളെ തവാഫ് ചെയ്തോട്ടായിരുന്നു റിഫായി ഷേഖ്. അതിൽ കഅബ കൊണ്ട് ഇളകിന്ന്. അപ്പൊ ഇവൻ പറയാ കഅബ അങ്ങനെ ഉണ്ട് ഇളകുവോ? എന്താ ഇപ്പൊ വലിയ പറയണേ? എന്താ കഅബ ഇളകിയാല്? കഅബം ആ സമയത്ത് ഇളകി എന്നത് പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തിനെതിരെ, ഏത് ഹദീസിനെതിരെ? അത് പറ. എന്താ കഅബ ഇളകി എന്താ ഉണ്ടാവുക?
കഅബ നശിച്ചു പോയിട്ടില്ലേ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വെള്ളപ്പൊക്കത്തിൽ ഇല്ലേ? ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ പീരങ്കി ആക്രമണത്തിൽ കഅബ തകർന്നു പോയിട്ടില്ലേ? ചരിത്രം പഠിച്ചിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? എന്താ കഅബ ഒന്ന് ഇളകിയ? അർശ് വരെ ഇളകി. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് കാരണം അർശ് വിറച്ചു. അർശ് വരെ വിറച്ചണം. അപ്പൊ കഅബ എന്ന് വിറച്ചാല് ഏത് ആയത്തിനെതിര്, ഏത് ഹദീസിനെതിര്? അതും ഒന്ന് പറ. പിന്നെന്താ പറഞ്ഞത്? നഫീസത്ത് മാലയില് നഫീസ ബീവി റളിയല്ലാഹു അൻഹയോട് സഹായം ചോദിക്കുന്നുണ്ട്. കടലിൽ സഞ്ചരിക്കുന്ന സമയത്ത് നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയോട് സഹായം ചോദിക്കുന്നുണ്ട്. മക്ക മുശ്രിക്കീങ്ങളും കൂടി കടലിൽ പോണ സമയത്ത് അള്ളാഹിനോട് സഹായം ചോദിക്കല് പറയാം. അപ്പൊ മക്ക മുശ്രിക്കീങ്ങളെക്കാൾ മോശമാണ് സുന്നികള്. മക്ക മുശ്രിക്കീങ്ങള് കടലിൽ പോകുന്ന സമയത്ത് അള്ളാഹിനോട് സഹായം ചോദിക്കല്. അതന്നെ ഞങ്ങൾ പറഞ്ഞു, മക്ക മുശ്രിക്കുകളും സുന്നികളും തമ്മിൽ ഒരു ബന്ധമല്ല. അതിനല്ലിപ്പോ വന്ന് മക്ക മുശ്രിക്കുകള് കടലിൽ പോകുന്ന സമയത്ത് അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കല്. സുന്നികള് കടലിൽ പോണ സമയത്തും നഫീസത്ത് ബീവിയോട് സഹായം ചോദിക്കുന്നു. അതന്നെ ഞങ്ങൾ പറഞ്ഞ മക്ക മുശ്രിക്കുകളും സുന്നികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങളെപ്പോലെ യഹൂദി ചാരന്മാർ മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ആക്കിയ ഒരു മിഥ്യാധാരണ മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഒന്നുമല്ല. അതൊരു സൃഷ്ടിക്കർപ്പിച്ചത് കൊണ്ട് ശിർക്കായില്ലെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു അല്ലേ? ശിർക്കാവില്ല പഠിപ്പിച്ചില്ലേ? പിന്നെന്താ ഇസ്തിഗാസ? സുജൂദ് പറഞ്ഞ ഏറ്റവും വലിയ ഇബാദത്തല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് വേണ്ട, ആരായത്ത് കൊണ്ടെങ്കിലും മഹാന്മാരായ അംബിയ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ടോ ആയത്ത് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ആയത്തും ഹദീസും വേണം. ആയത്ത് ഹദീസ് ഖുർആന് സുന്നത്ത് അത് വിടരുത്. അതുകൊണ്ട് തെളിയിക്കു. വന്നിട്ട് ഇസ്തിഗാസയേക്കാൾ വലിയ സുജൂദ് ചെയ്തിട്ട് പോലും ശിർക്കായില്ലെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു. ഇനി നിങ്ങൾ എന്ത് തെളിയിക്കണം? അല്ലാഹു അല്ലാത്ത അംബിയ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കണം. സാധിക്കോ? ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധിക്കൂല. ആയത്ത് വേണ്ട, ആരായത്ത് കൊണ്ട് സാധിക്കൂല. പിന്നെ ഒരു കാര്യം കൂടെ കാര്യമായിട്ട് പറഞ്ഞത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവമാണ്. എന്താ ഫാത്തിമ ബീവിയുടെ മൗലിദിലുള്ളത്? لما دخل النبي صلى الله عليه وسلم الجنة ليلة المعراج ورأى قصر خديجة أخذ جبريل عليه السلام تفاحة من شجر القصر وقال يا محمد قل هذه التفاحة فإن الله تعالى يخلق منها بنتا تحمل بها خديجة. ഒരു സംഭവം, സുദീർഘമായ സംഭവം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മൗലിദിൽ പറയുന്ന സംഭവം. എന്താ? മിഅ്റാജിന്റെ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആപ്പിൾ കൊടുത്തു. അത് എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് ഭക്ഷിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും, അത് ഫാത്തിമ ബീവിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ആപ്പിൾ ഭക്ഷിച്ച് വന്നതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായത് എന്ന് ഹദീസിൽ പറയാം. അപ്പോ ഇവൻ ചോദിക്കാം, നിസ്കാരം ഫർളാക്കിയ ആ മിഅ്റാജ് ഉണ്ടല്ലോ, ആ മിഅ്റാജ് ഉണ്ടായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 51-ാം വയസ്സിലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ടാകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാം വയസ്സിലുമാണ്. അപ്പോ 51-ാം വയസ്സിൽ മിഅ്റാജിന് പോയി അന്ന് തിന്ന് ആ പഴം ഭക്ഷിച്ചത് കാരണമായി 35-ാം വയസ്സിട്ടുണ്ടാവല്. ഇത് വൈരുദ്ധ്യമാണ്. ഈ തന്ത്രം ഷിയാക്കളുടെ മാത്രമാണ്, ഇസ്ലാമിന് പരിചയമില്ല. എന്നിട്ട് അതിൽ പറയണ എന്താ അറിയോ? ആ മൗലൂദ് തന്നെ പറയുന്നുണ്ട്. എന്ത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖബല നുബുവത്തി ബി 5 സിനീൻ. നുബുവത്തിന്റെ 5 വർഷം മുമ്പാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചത്. അതിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടിപ്പം വന്നിട്ട് പറയാം ഫാത്തിമ ബീവി ജനിച്ച് 35-ലാണ്, മൗലൂദ് എഴുതുമ്പോൾ നോക്കണം എന്നാ. അത് അതിൽ തന്നെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാം വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചത്. അപ്പൊ 51-ാം വയസ്സിലുണ്ടായ മിഅ്റാജിൽ പോയി ആ പഴം കഴിച്ചിട്ട് എങ്ങനെയാണ് 35-ാം വയസ്സിൽ കുട്ടി ഉണ്ടാകല് ചോദിക്കണം. വൈരുദ്ധ്യം അതാണ് ചോദിച്ചത്. അതിന് മൗലവി അതിലെവിടെ 51-ാം വയസ്സിലുണ്ടായ മിഅ്റാജാണ് അത് എന്ന് ആ മൗലിദിൽ എവിടെ കാണിച്ചുകൊണ്ടാ?
51-ാം വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ ആ മിഅ്റാജാണ് ഈ മൗലിദിൽ പറഞ്ഞ മിഅ്റാജ് എന്ന് തെളിയിക്കാൻ നിനക്ക് എന്നെങ്കിലും സാധിക്കുമോ? ഉണ്ടെങ്കിൽ ഈ മൗലിദ് എടുത്തിട്ട് വായിക്ക്. 51-ാം വയസ്സിൽ നിസ്കാരം ഫർളാക്കിയ ആ മിഅ്റാജിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കാൻ കാരണമായ ആ പഴം ഭക്ഷിച്ചത് എന്ന് ഈ മൗലിദ് വെച്ച് തെളിയിക്ക്. എന്നാലല്ലേ 51-ാം വയസ്സിൽ ഉണ്ടായ ആ മിഅ്റാജാണ് ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണെന്ന് പറയണേ, അത് ഇതിൽ വേണ്ടേ? അത് വന്ന് തെളിയിക്ക്. അപ്പോ വൈരുദ്ധ്യം ഉണ്ടോ അല്ലേ എന്നുള്ളത് അപ്പൊ പറയാം. പിന്നെ ഒരു വിഷയം പറഞ്ഞത് പുതിയ മുഹ്യിദ്ദീൻമാല. ആരൊക്കെ പുതിയ മുഹ്യിദ്ദീൻമാല അംഗീകരിക്കണില്ല, അത് നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്, നിങ്ങൾ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുരീദ് വഫാത്തായപ്പോ മലക്കുൽ മൗത്ത് ആ റൂഹുമായി പോകുന്ന സമയത്ത് ആ റൂഹ് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി എന്ന് പുതിയ മുഹ്യിദ്ദീൻമാലയിൽ പറയുന്നുണ്ട്. ഞങ്ങൾ നിഷേധിക്കണില്ല, മാലയിലുണ്ട്, പല ചരിത്രങ്ങളിലും ഉണ്ട്, ഞങ്ങൾ നിഷേധിക്കണില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ ആള് എന്ത് പറഞ്ഞിട്ടില്ല? അത് ഇന്ന ആയത്തിനെതിരാണ്, ഇന്ന ഹദീസിനെതിരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറെ ആരൊക്കെ ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ട് കുറെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ അംഗീകരിക്കണില്ല അതൊക്കെ പറഞ്ഞു. അങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ആ സംഭവം അത് ഏത് ആയത്തിനോടാണ് എതിരാകുന്നത്, ഏത് ഹദീസിനോടാണ് എതിരാകുന്നത് എന്ന് അത് വന്ന് വിശദീകരിക്ക്. അപ്പൊ അതിന് മറുപടി ഉണ്ടാകും. അല്ലെ എന്തിനാ മറുപടി പറയണം? ആയത്തിന് ഖുർആനോടും ഹദീസിനോടും വിരുദ്ധമല്ലെങ്കിൽ പിന്നെ എന്തിനു മറുപടി പറയണം? ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അവസ്ഥ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിൽ കറമി യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർളി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ യാ മുഹിയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹസമ്പന്നരായ ജ്യേഷ്ഠാനുജന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, സഹപ്രവർത്തകരെ, ഇനി ഒരു ശവത്ത് കുത്തുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു സഹോദരൻ എന്തോ താല്പര്യത്തിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്, സുന്നി ശരിയല്ല എന്ന് തോന്നി, മുജാഹിദ് പ്രസ്ഥാനത്ത് പോയിട്ട് അവിടെ ഇത്രയും നാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മൗലവിമാർ പറഞ്ഞത് നേരത്തെ മജീദ് ഹുദവി സൂചിപ്പിച്ചതുപോലെ നിർദാക്ഷിണ്യം തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഈ പോക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ കാലം ഗണ്ണന വേദിയിൽ ഈ സാധുവിനെ വെച്ച് പൊറുപ്പിക്കാൻ വഹാബികൾ തന്നെ തയ്യാറാവില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശപൂർവമാണ് മാല മൗലിദ് വരികളിലെ ശിർക്ക്, ആരാധനയിലെ ബിദ്അത്ത് എന്ന പ്രമേയവുമായി രംഗത്ത് വന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നായകത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം വൈജ്ഞാനികമായി ഉയർന്നു നിൽക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണമാക്കിയുള്ള മുന്നേറ്റത്തിൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഒന്നൊന്നായി വിഷയങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച സഹോദരൻ ഞങ്ങളൊരു ചെറിയ ആയത്തല്ല ഇട്ട് തന്നുള്ളൂ അല്ലേ? ഇവരൊരു സ്വഭാവമുണ്ട്. ഇവർ വന്നിട്ടാണ് ചോദ്യം ചോദിക്കും, മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ പറയാൻ പറ്റൂ, മമ്പർത്ത തങ്ങളെ വിളിക്കാൻ പറ്റില്ല, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പറ്റുമോ, ബദരീങ്ങളെ വിളിക്കാൻ പറ്റുമോ, ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? അതാണ് ചോദിച്ച് കുറേ ചോദ്യമായിട്ടാണ് പോകും. തിരിച്ചങ്ങട്ട് ഒരായത്ത് വെച്ചിട്ട് സൂറത്തുൽ ബഖറയിലെ 34-ാമത് ആയത്ത് വെച്ച് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് അള്ളാഹു ആഹ്വാനം ചെയ്തു. അത് പറഞ്ഞപ്പോ ഈ സാധു വന്നിട്ട് പറയാം, ഈ
സുജൂദിനെ കുറിച്ച് നവവി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഏതായത്തിട്ടാലാണ് ഖുർആനും സുന്നത്തും വലിച്ചെറിഞ്ഞ് നീ നവവി റളിയല്ലാഹു അൻഹുവിലേക്ക് വരിക, ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് വരിക, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളയിലേക്ക് വരിക. ഓരോ ഇമാമുമാരിലേക്കും മാറി മാറി പിടിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ ഇന്നോളമായി പ്രഖ്യാപിച്ചത് ഓരോന്ന് നിങ്ങളുടെ വായ കൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിപ്പിക്കും എന്നത് തന്നെയാണ് ആയത്തിട്ട് നിങ്ങളെ കൂച്ചുവിലങ്ങിട്ട് പിടിച്ചിരിക്കുന്നത്. ഒന്ന് കൊതറിക്കാ നിങ്ങള്, അതല്ലേ കളി. എവിടെ ആയത്ത്, എവിടെ ഹദീസ്? സുന്നിയാള് പാറ കിതാബാണ്, വാറോലാണ്, കിതാബാണ്, മറ്റതാണ് എന്ന് പറഞ്ഞ ആൾക്കാര് വന്നിട്ട് പ്രസംഗം ഇങ്ങനെ കേട്ടാ അവരൊക്കെ അന്ന് ബഹുമാനപ്പെട്ട നവവി ഇമാമിനൊക്കെ ഫാത്തിഹ ഓതിയിട്ടുണ്ടാവും പഹേര്. നിങ്ങളും കൂടി ഇല്ലേ നമ്മളെ കഥ മോശാട്ടോ. അള്ളയും വിട്ടു റസൂലും വിട്ടു, ഒന്ന് പിടിക്കട്ടെ, ഇവിടെ പിടിച്ചോ, മുറുക്കി പിടിച്ചോളി. അല്ലെങ്കിൽ അവസാനം വന്നിട്ട് പറയേണ്ടി വരും, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സുന്നികളായ സഹോദരന്മാർ പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. അത്ര ലോ ക്ലാസ് നിങ്ങളുടെ ഇറങ്ങേണ്ടി. എവിടെ ആയത്ത്? ഈ ആയത്തിന് വെച്ചപ്പോഴേക്കും ഖുർആൻ വേണ്ട, പിന്നെ ആരെ കിട്ടണം? നബവി ഇമാം റളിയല്ലാഹു അൻഹു. ഈ സാധുവിന് അന്തല്ലായിട്ടാണ്. കാരണം പഠിച്ചു വളർന്ന ഒരു വഹാബിയാണെങ്കിൽ ഇത് പറയില്ല. ഓൻ ആദ്യം മുതലേ ഖുർആൻ സുന്നത്ത് ഇതിങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. ഇവ മുമ്പ് സുന്നിയാണെന്നാ പറയപ്പെടുന്നത്. അല്ലാഹു അലം എന്ത് സുന്നിയാണാവോ, ചുരുണിയക്കാരം. അവിടുന്ന് എണീറ്റ് വന്നിട്ട് അവന് കുറച്ച് മൗലൂദിന്റെ വരിയും മാലയൊക്കെ പൊളിച്ചെഴുതുന്നാ പറഞ്ഞത്. വർത്താനം ഇങ്ങനെ കേട്ടോ അത് ഒന്നൊന്നര വർത്താന, പ്രസംഗം കേട്ട അരക്കായിക്കില്ല. ആലോചിച്ച് നോക്കാണ് നിങ്ങള്. ചെറുപ്പക്കാരായ വഹാബി കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട്. പതുക്കെ സലാം പറഞ്ഞളി, കിട്ടുമെങ്കിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് സുന്നിപ്പള്ളിക്ക് പോയിക്കോളി. എന്നിട്ട് പറയാം, എന്താ കുഞ്ഞോ ഇപ്പൊ ഒരു തൊപ്പിയൊക്കെ കാണുന്നു? ഒന്നുമില്ല, അപ്പുറത്ത് ആയത്തും ഇല്ല, ഹദീസും ഇല്ല, നബവി ഇമാമൊക്കെയാണ്. അതുകൊണ്ട് ആയത്തും ഹദീസും നബവി ഇമാമും ഷാഫി ഇമാമും ഇബ്നു ഹജർ റഹിമഹുള്ളയും മഹത്തായ അല്ലാഹു റസൂല് തുടങ്ങി മഹിതമായ പാരമ്പര്യത്തിന്റെ കണ്ണികളായി നിലകൊള്ളുന്നവരെയോ മുഴുവൻ ആദരിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന മഹിതമായ മാർഗത്തിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടെ പറ. അഭിമാന ബോധമുള്ള ഒരാൾക്ക് പോലും വഹാബി പ്രസ്ഥാനത്തിൽ നിലകൊള്ളാൻ കഴിയാത്ത അതിദാരുണമായ ദയനീയമായ പതനത്തിലേക്ക് നിബന്ധിച്ചില്ലേ നിങ്ങൾ? ഇനി നിങ്ങൾ ആ ഗ്രൂപ്പ് വഴക്കൊക്കെ ഒന്ന് മറക്കി. അതാണ് വിട്ടളി, ചില്ലറക്കാര്യല്ലേ ഇവര്. ഗ്രൂപ്പ് വഴക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാര്യല്ലേ. നമ്മൾ കരുതും ഇവിറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അള്ളാഹുവിന്റെ ദീൻ മഹ്ശറിലേക്ക് പോണ്ടേ, രക്ഷപ്പെടണ്ടേ, വിജയിക്കണ്ടേ, അള്ളാഹുവിന്റെ കോപത്തിന് എന്നൊക്കെ പറയുമ്പോ ഇത് അഭിനയിക്കാനും നാടകം കളിക്കാനും കഴിയുന്ന ആൾക്കാർക്ക് വന്ന് പറഞ്ഞൂടെ? ഇത്തരം ആൾക്കാര് പൊട്ടിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ നിലവിളിക്കാനും കരയാനും കഴിയുന്ന ആളുകൾ അഭിനയിക്കാൻ പഠിച്ചാ പോരെ? നിങ്ങളുടെ പതനത്തിന്റെ ദയനീയമായ രംഗത്തെക്കുറിച്ച്, വിഘടനത്തിന്റെ കുറിച്ച്, നിങ്ങളുടെ വിഭജനത്തെക്കുറിച്ച്, പരസ്പരം ചെളിവാരി എറിയുന്ന നിങ്ങളുടെ പരസ്പരമുള്ള ഏറിനെ കുറിച്ച് എന്താ അഭിപ്രായപ്പെട്ടത്? എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിപ്പിന്റെ അടിവേരി എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പില്ലാത്ത ആള്, മുജാഹിദ് അല്ലാത്തൊരു സുന്നി പ്രവർത്തകൻ എഴുതിയതാണ് ഇത് എങ്കിൽ സമാധാനിക്കാമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നയാളെ പോലുള്ള ഒരാൾ കേറി വന്ന് മുജാഹിദ് വിട്ട് സുന്നിയിൽ കൂടിയ ആൾ എഴുതിയാണെങ്കിൽ ഓക്കെ, സമ്മതിക്കായിരുന്നു. ധാരെഴുതിയതാ? ഇന്നും വഹാബികളുടെ കൂട്ടത്തിൽ നിലകൊള്ളുന്ന ആളുകൾ, അവരുടെ നേതാവ് എഴുതിയത്, പ്രസിഡന്റ് പദവിയിലിരുന്നയാൾ എഴുതിയത്, മുജാഹിദ് പാരമ്പര്യ കുടുംബമായി ജീവിക്കുന്നയാള് എഴുതിയത്. അയാൾ എഴുതിയ കാരണം നോക്കൂ നിങ്ങൾ. എന്താണ് ഈ വിനാശകരമായ ഭിന്നിപ്പിന് കാരണം? പലർക്കും പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാകും. പ്രസ്ഥാനം വളർന്നപ്പോൾ സംഘടനകളുടെ നേതൃസ്ഥാനങ്ങളും ഔദ്യോഗിക പദവികളും കൂടുതൽ ആകർഷകമാകുകയും അതിനുവേണ്ടി നേതാക്കൾക്കിടയിൽ കിടമത്സരമുണ്ടാകുകയും ചെയ്തത് ഒരു കാരണം. ആഖിറ തൊഴിലാളികളെ സ്വഭാവമായി പറയുന്നത് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞ് പടച്ച തമ്പുരാന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഷിർക്കിലേക്ക് പോകുന്ന ഈ സമുദായത്തെ
സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രംഗത്ത് വരുന്നത് എന്ന് പറഞ്ഞ ടീം എന്തിനാ പരസ്പരം തമ്മിലടിച്ചത്? എന്തിനാ ഗ്രൂപ്പായി തിരിഞ്ഞത്? സംഘടനന്റെ നേതൃസ്ഥാനം ലഭിച്ചില്ല. ഒരു കാരണം. 2, വിദേശ ബന്ധങ്ങളിലൂടെയും മറ്റും കൈവന്ന വർദ്ധിതമായ സമ്പത്തിന്റെ വിഭജനത്തിൽ കൂടുതൽ പങ്കുപറ്റാൻ നേതാക്കൾ പരസ്പരം മത്സരിച്ചതും അതുമൂലമുണ്ടായ ശത്രുതയും വിദ്വേഷവുമാണ് മറ്റൊരു കാരണം. എങ്ങനെയുണ്ട് ദീനുൽ ഇസ്ലാം? എങ്ങനെയുണ്ട് വഹാബിസം? വിദേശത്തുനിന്ന് ഫണ്ടിന് വന്നു. ഫണ്ട് വന്നപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഇറ്റങ്ങൾക്ക് വരുന്ന ഫണ്ട് കൊണ്ട് പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി, കുറച്ച് ദഅവത്ത് നടത്തി, സാധുക്കളെ സഹായിച്ച് ഇങ്ങനെയാണെന്ന്. അല്ല, നേതാക്കന്മാർ ഈ ഫണ്ട് പറ്റാൻ വേണ്ടിയുള്ള കിടമത്സരം. എനിക്ക് കുറച്ചല്ലേ കിട്ടിയുള്ളൂ, എനിക്കൊരു കോടിയല്ലേ കിട്ടിയോ, അവിടെ 3 കോടി കൊടുത്തില്ല, അത് ശരിയായില്ല, നമുക്ക് ആ 3 1.5 ആക്കുക. അതിന് മറ്റേ ആള് സമ്മതിച്ചില്ല. എന്നാ പിന്നെ അവനേറ്റ് കഠിന ശത്രുത ചെയ്യണ പണിയതാ വിദേശ ഫണ്ട് വരികയാണ്. ഞാൻ പറയല്ല, ഏതെങ്കിലും വഹാബി പ്രസ്ഥാനത്തിന്റെ എതിരാളി പറയുകയല്ല. വഹാബികൾ ഇന്നും ആദരവോടുകൂടെ കാണുന്ന നിങ്ങളുടെ പ്രസിഡന്റ് കസേരയിൽ ഇരുന്നയാൾ നിർലജ്ജം എഴുതി വെച്ചിരിക്കുന്നു, പബ്ലിഷ് ചെയ്തു, മാധ്യമം പത്രത്തിലൂടെ കേരളത്തിൽ മലയാളം അറിയുന്നവർ വായിച്ചു. നിങ്ങള് ഷിർക്ക് ചെയ്യാം, ഷിർക്ക് വലിയൊരു പാപാണ്, അതിങ്ങനെ പറയും. പിന്നെ ഷിർക്കല ദുൽമുൻ അലീം, അത് മഹാപാപാണ്. വിദേശത്തുനിന്ന് വന്ന ഫണ്ട് പറ്റുന്നു, ദീനിന്റെ പേരിലേ കളിയാ. കഴിഞ്ഞു. വീണ്ടും പറയുന്നു, ഒന്നാമത്തെ കാരണം സ്ഥാനം കിട്ടിയില്ല, അതിന് തല്ലി. 2ാമത്തെ പ്രശ്നം സമ്പത്ത് ലഭിച്ചില്ല. ഏത്? അവനാന്റെ മക്കള് ഗൾഫ് പോയിട്ട് അയച്ച കാശ് കിട്ടിയില്ല എന്നല്ല, പ്രാസ്ഥാനിക രംഗത്ത് പ്രാസ്ഥാനിക പ്രവർത്തനത്തിന് വേണ്ടി അയക്കുന്ന കാശ് പങ്കുവെക്കുന്നതിൽ ഏറ്റ വ്യത്യാസം. തീരെ കിട്ടിയില്ല എന്നല്ല, അതിലുണ്ടായ ഏറ്റ വ്യത്യാസം. അവിടെ കോടി കൊടുക്കുമ്പോ ഇവിടെ 90 ലക്ഷം കിട്ടിയത്, 10ന്റെ കമ്മി, അതിനടി. അതാ നിങ്ങൾ ഗ്രൂപ്പായത്. അതാ ഞാൻ പറഞ്ഞ് അഭിമാന ബോധമുള്ള ആളുകൾ അതിൽ നിൽക്കില്ല എന്ന്. കഴിഞ്ഞില്ല. വീണ്ടും പറയാം. യുവജന വിഭാഗം സ്വന്തം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ തോന്നിയ അസൂയയും പകയും കാരണം മാതൃസംഘടനാ നേതാക്കൾ അവരെ അടിച്ചൊതുക്കാൻ ഉദ്യമിച്ചപ്പോൾ മറുവിഭാഗം കൂടുതൽ അഹങ്കാരത്തോടുകൂടെ രംഗത്ത് വന്നത് വിഭജനത്തിന് കാരണമായി. എന്ത്? ഇവര് വലിയ ഉസ്താക്കന്മാര്, ഏറ്റവും വലിയ മൗലവിമാര്, ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ദഅവത്തുമായിട്ട് ഉഷാറായിട്ട് പ്രഭാഷണമൊക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകാൻ. സക്കരിയനെ പോലെ, CP സലീമിനെ പോലെ അങ്ങനത്തെ കുറെ ആളുകള് ദഅവത്തുമായിട്ട് സജീവായിട്ട് പോകാം. വിഷ്ടത്തിലേക്ക് പുറത്താക്കപ്പെട്ട 10-25 ടീമുണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ പോയപ്പോ വലിയ നേതാക്കന്മാർക്ക് ഈ മുജാഹിദ് പറഞ്ഞ് പ്രവർത്തിച്ച് ഉഷാറായി വന്ന് അവരൊക്കെ ഇവർ പ്രവർത്തിക്കുമ്പോ എന്താ വിചാരിക്കേണ്ടത്? ഓ, കുട്ടികളൊക്കെ ഉഷാറായിട്ടോ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതാ, കൊണ്ടേക്കോ എന്ന് പറയുന്നതിന് പകരം ചെറുപ്പക്കാര് പ്രവർത്തിച്ച് ഉഷാറായപ്പോ വലിയ ആളുകൾ മുജാഹിദ് പറഞ്ഞ് തയമ്പിച്ച നാവുള്ള അതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത അങ്ങേ അറ്റത്തെത്തിയ നേതാക്കന്മാർക്ക് കടുത്ത അസൂയുണ്ടായി. എന്നാ ഏതായാലും വേഷന്മാര് തന്താരല്ലേ, പിരിയാൻ നിൽക്കല്ലേ, കുറച്ച് അസൂയായിട്ട് അവർ കുത്തിരുന്നോട്ടെ എന്ന് ചെറുപ്പക്കാർ കരുതിയോ? ചെറുപ്പക്കാർക്ക് എന്ത് തോന്നി? കടുത്ത അഹങ്കാരം. ആരാ അവൻ ഞങ്ങളെ പഠിപ്പിക്കാൻ എന്ന രീതിയിൽ. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ നല്ല മനുഷ്യണ്ടോ കൂട്ടരെ? വയസ്സായ നേതാക്കന്മാർക്ക് കടുത്ത അസൂയ, ചെറുപ്പക്കാർക്ക് നല്ല അഹങ്കാരം. അഹങ്കാരിയും അസൂയാലുക്കളും അല്ലാത്ത ഇനി ഞാൻ മദ്രസ കുട്ടികളുണ്ടാവും. ബാക്കി 10 ഗുണം 10 ഗുണം അള്ളാഹ് കാക്കട്ടെ. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വടംവലിയല്ല പറയുന്നത്. തങ്ങളാണ് ആഖിറ തൊഴിലാളികൾ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളാണ്. കാശിന്റെ പേരിൽ അടിപിടി, സ്ഥാനമാനങ്ങളുടെ പേരിൽ അടിപിടി എല്ലാം കടിഞ്ഞ് തൗഹീദിൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നപ്പോ വയസ്സായ ആളുകൾക്ക് അസൂയ, വയസ്സന്മാർക്ക് അസൂയ വന്നപ്പോ അത് ചികിത്സിക്കാനുള്ള മരുന്നില്ലാത്ത ഈ ചെറുപ്പക്കാർ ചെയ്തതെന്താ? കൂടുതൽ അഹങ്കാരികളായി അവരുടെ വഴികാട്ടികളായവർക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് കുറെ കാരണങ്ങൾ പറഞ്ഞിട്ട്
മൂപ്പര് പറയാം, മേൽ പറഞ്ഞ കാരണങ്ങളെല്ലാം ശരിയാണ്, തെറ്റല്ല. എന്നാൽ പരസ്പരം ബന്ധപ്പെട്ട ഈ കാരണങ്ങളെയും അതുപോലെ ചില ഘടകങ്ങളുടെയും ഫലമാണ് ഇപ്പോഴത്തെ മുജാഹിദ് പ്രതിസന്ധി. എന്നാൽ ഇതെല്ലാം ചില നിമിത്തങ്ങളാണ്, ഒരു മൂല കാരണത്തിന്റെ ബഹിഷ്സ്ഫുരണം മാത്രം. എന്നിട്ട് പറയാം, എന്താണ് ആ മൂല കാരണം? ഒറ്റ വാക്കിൽ അത് ദൈവിക ഭക്തിയിൽ നിന്നും പരലോകത്തിൽ നിന്നും ഉത്ഭൂതമാകേണ്ട ആത്മീയ, ധാർമ്മിക, മാനസിക സംസ്കരണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും അഭാവമാണെന്ന് പറയാം. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ തഖ്വയുടെ അഭാവം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഭിന്നിപ്പിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന കാരണം അവർക്ക് തഖ്വയില്ല എന്നതാണ് എന്ന് അവരുടെ നേതാവ് പച്ചയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. തഖ്വയില്ലാത്ത ഇവരുടെ വായിൽ നിന്ന് എന്തും വരും. മനുഷ്യരുടെ ഈമാൻ ഫസാദാക്കുന്ന എന്ത് പ്രവർത്തനവും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ വഹാബി സഹോദരങ്ങളോടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒഴിഞ്ഞിരുന്ന് ആലോചിക്കുക. ഇനിയും ഈ വൃത്തികെട്ട ഒരു നേതൃത്വത്തിന് കീഴിൽ, വാർദ്ധക്യത്തിലെത്തിയ നേതൃത്വം അസൂയയിൽ, യുവ നേതൃത്വം അഹങ്കാരത്തിൽ അടങ്ങിക്കടക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ എന്റെ ഈമാനിനെ തഖ്വയില്ലാത്ത നേതൃത്വത്തിന്റെ പിന്നാലെ അണിനിരക്കണോ? ലക്ഷം പിന്നാലെ ലക്ഷണം കെട്ടോ മുന്നാലെ എന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് മാറണോ എന്ന് ആലോചിക്കുക. സൂചിപ്പിച്ചാണ് നിങ്ങളുടെ ധാർമ്മികമായ ബോധം എന്തുമാത്രം ആലോചിക്കാൻ വേണ്ടി. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചു തക്ബീറിനെ കുറിച്ച്. ഈ സാധു വന്നിട്ട് ചോദിക്കാണ്, തക്ബീറിനെ കുറിച്ച് എന്തിനാ ഇവരിവിടെ പറയുന്നത്? അതും വിദ്വത്വമായിട്ട് എന്ത് ബന്ധം? മൗലിദിനെ കുറിച്ച് പരാമർശിച്ചപ്പോ എന്താ പറഞ്ഞേ? നബി പഠിപ്പിക്കാത്തത് ചെയ്യുന്നത് ധിക്കാരമാണ് എന്ന് നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് പാഠപുസ്തകത്തിന്റെ പേരും പേജും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് തക്ബീറിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്ബീറിന്റെ രൂപം പഠിപ്പിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി. തക്ബീറിന്റെ രൂപം, തക്ബീർ എങ്ങനെയാവണം, ഏതു വിധത്തിലാവണം എന്ന് പഠിപ്പിച്ചിട്ടാണ് പോകേണ്ടിയിരുന്നത്. കാരണം മതത്തിൽ ഒരു കാര്യം എങ്ങനെയാവണമെന്നും ഏതു വിധത്തിലാവണമെന്നും പഠിപ്പിക്കാതെ പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല എന്ന് ആണയിട്ട് അവരുടെ പാഠപുസ്തകത്തിൽ വ്യക്തമാക്കി. തദടിസ്ഥാനത്തിൽ പെരുന്നാൾ തക്ബീറിന്റെ രൂപം പഠിപ്പിച്ചിട്ടില്ല പരിശുദ്ധ റസൂൽ എന്ന് വ്യക്തമായി അവരുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു. തദടിസ്ഥാനത്തിൽ നാം ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ ഈ തക്ബീറിന്റെ രൂപം